നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയ്ക്ക് പിന്നാലെ ഇറാനിലായിരുന്നു കൊറോണ വൈറസ് ആദ്യം പടർന്നത്. അങ്ങനെ സൗദിയും UAEയും ഖത്തറും ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലും കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇവരിൽ ഒട്ടുമിക്കവരും ഇറാനിൽ നിന്ന് പല ഗൾഫ് രാഷ്ട്രങ്ങളിലും എത്തിയവരായിരുന്നു. ഇതേ തുടർന്ന് കനത്ത ജാഗ്രതയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പുലർത്തിപ്പോരുന്നത്. UAEയും സൗദിയും ഖത്തറും ഉൾപ്പെട്ട മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം അതിനിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ശക്തമായ പ്രതിരോധ നടപടികൾ ഉടൻ കൈക്കൊണ്ടില്ലെങ്കിൽ രോഗം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. മാർച്ച് 26-ന് മധ്യപൂർവേഷ്യയിൽ 13 രാജ്യങ്ങളിൽ 32,442 പേർ കോവിഡ് രോഗികളാണ് ഉണ്ടായിരുന്നത്. 58,168 ഉയർന്നു. ഒരാഴ്ച കൊണ്ട് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരട്ടിയായത് അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ മേഖലാ ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ മന്ത്രി പറയുകയുണ്ടായി. ആരോഗ്യ മേഖല ശക്തമല്ലാത്ത രാജ്യങ്ങളിൽ കൂടി സമൂഹ വ്യാപനം റിപ്പോർട്ട് ചെയ്തത് പ്രശ്നത്തിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. മേഖലയിലെ എല്ലാ ഭരണകൂടങ്ങളും രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കാൻ ഡോക്ടർ മന്ത്രി അപേക്ഷിക്കുകയുണ്ടായി. സംശയമുള്ള എല്ലാവരുടെയും സ്രവപരിശോധന നടത്തുക, സമ്പർക്കമുണ്ടായവരെ മുഴുവൻ കണ്ടെത്തുക, ഐസൊലേഷൻ കർശനമാക്കുക, രോഗബാധിതരെ മുഴുവൻ ആശുപത്രിയിലാക്കുക, യാത്രാ നിയന്ത്രണം കർശനമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. മേഖലയിലെ പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ ശാരീരിക അകലം പാലിക്കൽ കർശനമായി നടപ്പാക്കുന്നത് വെല്ലുവിളിയാണെങ്കിലും മറ്റു വഴിയില്ല താനും. ചെറിയ ലക്ഷണങ്ങളുള്ളവരെ പോലും തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിലാക്കിയില്ലെങ്കിൽ രോഗം നിശബ്ദമായി വ്യാപിച്ചുകൊണ്ടേയിരിക്കും. രോഗവ്യാപനം തടയാനുള്ള അവസരം ഓരോ മണിക്കൂറിലും കുറഞ്ഞു വരികയാണെന്നും WHO മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.